നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 300ഓളം യാത്രക്കാരുമായി പറന്ന വിമാനം ആകാശമധ്യത്തിൽ ഇന്ധനം തീരാറായതോടുകൂടി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിക്ക്. മെക്സിക്കോയിലെ കാൻക്യൂനിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് പറന്ന ബോയിംഗ് 787-8 വിമാനമാണ് 2023 ഡിസംബറിൽ മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച പിയ കൊടുങ്കാറ്റ് സമയത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ആരംഭിച്ച പൈലറ്റിനോട് പറഞ്ഞത് സുരക്ഷിതമായി ഇറങ്ങുന്നതിനുള്ള സാഹചര്യത്തിനായി മറ്റ് 7 വിമാനങ്ങൾ കാത്തുനിൽപ്പാണ് എന്നായിരുന്നു. വിമാനം എപ്പോൾ ഇറക്കാനാകും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാർ തയ്യാറായില്ല. ഇതോടെ 62-കാരനായ പൈലറ്റ് വിമാനം ഈസ്റ്റ് മിഡ്ലാൻഡിലെ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ അത്രയും വലിപ്പമുള്ള വിമാനം ഇറക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞ വിമാനത്താവള അധികൃതർ വിമാനം ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. കനത്ത കാറ്റിൽ ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടതോടെ വിമാനം വീണ്ടും വട്ടമിട്ട് പറന്നു. അപ്പോഴാണ് വിമാനത്തിൽ ഇന്ധനം തീരെ കുറവാണ് എന്നറിയുന്നത്. ഇന്ധന അടിയന്തരാവസ്ഥ അറിയിച്ചിട്ടും 28 മൈൽ ദൂരേക്ക് വിമാനം വഴി തിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് പറക്കാനുള്ള ഇന്ധനം അതിൽ ഉണ്ടായിരുന്നില്ല. അവസാനം 291 യാത്രക്കാരും 10 ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനം നിലത്തിറങ്ങുമ്പോൾ അതിൽ അവശേഷിച്ചിരുന്നത് കേവലം 1250 കിലോ ഇന്ധനം മാത്രമായിരുന്നു. മണിക്കൂറിൽ 60.5 കിലോഗ്രാം എരിച്ചു കളയുന്ന വിമാനത്തിൽ കേവലം 20 മിനിറ്റ് നേരത്തേക്ക് മാത്രമുള്ള ഇന്ധനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന ചുരുക്കം. കനത്ത കാറ്റിൽ ഇറങ്ങാൻ കഴിയാതെ ഒരു തവണ കൂടി വിമാനത്താവളത്തിന് മുകളിൽ വലം വയ്ക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ വൻ അപകടമായിരുന്നു സംഭവിക്കുക. എന്തായാലും ഈ അപകടത്തിന്റെ നടുക്കം വർഷങ്ങൾക്കിപ്പോഴും മാറിയിട്ടില്ല. ഇന്ന് അതിനെക്കുറിച്ചും ആ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ് അതിലെ ഒരു യാത്രക്കാരി. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ ആ ഒരു രക്ഷപ്പെടലിനെ കുറിച്ച് ഓർക്കുമ്പോഴും പലരും അതിന്റെ താഴെ വന്ന കുറിപ്പും അഭിപ്രായം ഒക്കെ പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ഇതേ രീതി ഞങ്ങൾക്കും തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വിമാനം യാത്ര ചെയ്യുന്നവർ എന്തായാലും ഇത്തരം വാർത്തകൾക്ക് ചെവികൊള്ളേണ്ടതില്ല. പക്ഷേ അപ്പോഴും വിമാനത്തിനകത്തുള്ള സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണോ ജീവനക്കാർ പറയുന്നത് അത് തന്നെ ശ്രമിക്കാനും അത് തന്നെ പിന്തുടരാനും ശ്രമിക്കുക എന്നാണ് വ്യക്തമാകുന്നത്.